ഹലോ, അപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലത്തെ ഒരു കുഞ്ഞു ടേബിൾ റണ്ണറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒത്തിരി വലുതൊന്നല്ല, ഒരു കുഞ്ഞു ഡിഷൊക്കെ വെക്കാൻ പറ്റുന്ന ബിഗിനേഴ്സിനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടേബിൾ റണ്ണർ. സാധാരണ നമ്മുടെ കയ്യിലുള്ള അക്രിലിക് യാണും 2.5 mm ഹുക്കും ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6 ചെയിൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ചെയിൻ ചെയ്തു, സെക്കൻഡ് ചെയിൻ 3, 4, 5, 6. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. ഈ കാണുന്ന പോലെ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഇനി യാണിനെയൊക്കെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഹോള് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഹോളിൻ്റെ ഉള്ളിലേക്കാണ്, ചെയിനിൻ്റെ മേലെയല്ല, ഈ ഹോളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത് കൊടുക്കണം. 1, 2, 3. ഇപ്പോൾ 3 ചെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 15 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്തു, മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ, നാല് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആറാമത്തെ ഡബിൾ ക്രോഷ്യയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി 9 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ടോട്ടലി 15 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ചെയ്ത 3 ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് നോട്ട് ഇട്ട് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനിനെ ഒരു ഡബിൾ ക്രോഷ്യായിട്ട് പരിഗണിക്കുക. അതുകൂടാതെ നമ്മൾ 15 ഡബിൾ ക്രോഷ്യ ചെയ്തു. മൊത്തത്തിൽ 16 സ്റ്റിച്ച് നമുക്ക് കിട്ടണം. 16 സ്റ്റിച്ച് ഉണ്ടോ എന്ന് എണ്ണി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 3 ചെയിൻ ചെയ്ത് കൊടുത്തു. ഇനി 2 ചെയിനും കൂടി നമ്മൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ടോട്ടലി 5 ചെയിനായി. ആദ്യം ചെയ്ത 3 ചെയിനും പിന്നെ എക്സ്ട്രാ 2 ചെയിനും ചെയ്തു. ഇപ്പോൾ ടോട്ടലി 5 ചെയിനുണ്ട്. ഇനി തൊട്ടടുത്ത് കാണുന്ന ചെയിൻ ചെയ്ത് കൊടുത്താൽ അല്ലാതെ തൊട്ടടുത്ത് കാണുന്ന സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1, 2. ഇപ്പോൾ 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് കാണുന്ന സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വീണ്ടും 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. 1, 2. ഇനി യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തു. തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ റൗണ്ട് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ചെയിൻ ആഡ് ചെയ്യുക, തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. വീണ്ടും 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക, തൊട്ടടുത്ത് കാണുന്ന സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഈ റൗണ്ടിലെ ലാസ്റ്റ് സ്റ്റിച്ചാണ്. 2 ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ചെയ്ത് 3 ചെയിനിൻ്റെ മുകളിലേക്കായിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് സെക്കൻഡ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് റൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിൻ അടക്കം ടോട്ടലി 16 ഡബിൾ ക്രോഷ്യ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തേർഡ് റൗണ്ട് ചെയ്യാൻ പോവുക. അതിന് മുമ്പ് 16 ഡബിൾ ക്രോഷ്യ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ഇനി നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കണം. 1 2 3 ചെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഡബിൾ ക്രോഷ്യാണ്. അത് ഈ സ്പേസിലേക്കാണ്. നമ്മൾ 2 ചെയിൻ ചെയ്തതിൻ്റെ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, യാൺ ഓവർ ചെയ്യുക, സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് ഈ ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിലായിട്ടാണ്. 2 എണ്ണം സ്പേസിൽ ചെയ്തു. ഇനി മൂന്നാമത്തത് ഈ ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിലേക്കായിട്ട് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. യാൺ ഓവർ ചെയ്യുക, ഈ ഡബിൾ ക്രോഷ്യയുടെ മുകളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി വീണ്ടും ഈ സ്പേസിലേക്ക് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ്. ഈ ഡബിൾ ക്രോഷ്യയുടെ സ്റ്റിച്ചിൻ്റെ നേരെ മുകളിലേക്കായിട്ടാണ് അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഈ റൗണ്ട് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ, പിന്നെ തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ഈ റൗണ്ട് മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നു. ഇനി അടുത്തത് ചെയ്യുന്നത് ഈ സ്പേസിലേക്കാണ്. 2 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇനി ഈ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യും. ഇതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യം കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഈ തേർഡ് റൗണ്ട് ചെയ്തത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിൽ നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഈ കാണുന്ന ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഈ സ്പേസിലേക്ക് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. തൊട്ടടുത്ത് കാണുന്ന ഡബിൾ ക്രോഷ്യയുടെ മുകളിലൊന്നും സ്പേസിൽ 2. അങ്ങനെ ഇപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് മുഴുവനായിട്ടും നമുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, ഇനി ഈ ഡബിൾ ക്രോഷ്യയുടെ നേരെ മുകളിലായിട്ട് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അതിൻ്റെ നേരെ ഒന്ന് ചെയ്തു. ഇനി ഈ സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്ത 3 ചെയിൻ അടക്കം 48 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത 3 ചെയിനിൻ്റെ മുകളിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഈ റൗണ്ട് ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആകാൻ ഇനി 2 റൗണ്ട് കൂടി നമ്മൾ ചെയ്യണം. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നത് കൊണ്ട് തന്നെ നമ്മളത് പാർട്ട് 2 ആക്കിയിട്ട് ചെയ്യുക എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ടാക്കണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.